നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകളൊക്കെ ഒരുപാട് കൂടി വരുന്നതായിട്ടാണ് പല കോണിൽ നിന്നും മനസ്സിലാക്കുന്നൊരു കാര്യം. പലതും പുറത്തറിയുന്നില്ല, പലതിൻ്റെയും ഡേറ്റയൊന്നും കൃത്യമായിട്ടല്ല പുറത്തു വരുന്നത്. പലപ്പോഴും ആത്മഹത്യകളൊരു സാധാരണ മരണം പോലെയൊക്കെ ആക്കിയായിരിക്കും ചിലപ്പോൾ അതിനെ നമ്മൾ നിയമത്തിൻ്റെ മുമ്പിലൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ എന്തായാലും ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓരോരുത്തർ വിളിക്കുമ്പോൾ അത്തരം അനുഭവങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ സാധിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹമെന്ന് പറഞ്ഞാൽ ഈ തുരുത്തുകളല്ല, കുറച്ചുകൂടെ വിശാലമായി അതിരുകൾക്കപ്പുറത്തേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു സ്നേഹത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു ധൈര്യത്തിൻ്റെയും ഒക്കെ തലം, അതിനെയാണ് സമൂഹം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ ഒരു മാനസികാരോഗ്യമോ വൈകാരിക പ്രശ്നമോ ഒക്കെ തരണം ചെയ്യാൻ അറിയാൻ വയ്യാതെ, അതിന് വഴികൾ അറിയാൻ വയ്യാതെ, അതിനെപ്പറ്റി തിരിച്ചറിയാതെ ഒക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇവിടെയൊക്കെ നമുക്കൊരു മാനസികാരോഗ്യ ലിറ്ററസി വളരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നൈപുണ്യങ്ങൾ മനുഷ്യനിൽ കൂടുതലായിട്ട് വളർത്തേണ്ടതായിട്ടുണ്ട്. ആധുനിക ലോകമൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡായി, ഗാഡ്ജറ്റുകളൊക്കെ അഡ്വാൻസ്ഡായി. പക്ഷെ മനുഷ്യന് അവൻ്റെ ഒരു ക്വാളിറ്റിയിൽ, അവൻ്റെ ഒരു സ്കില്ലിൽ, അവൻ്റെ ഒരു മനോഭാവത്തിൽ, അതുപോലെ തന്നെ അവൻ്റെ ഒരു കരുത്തിലൊക്കെ എത്ര കണ്ട് ഉയരുന്നുണ്ട്, അതോ കൂടുതൽ തളരുകയാണോ? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് 10 ദിവസത്തിനുള്ളിൽ 3 പേരാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യകളെക്കുറിച്ചൊരു പഠനം പറയുന്നത് ഒരു ആത്മഹത്യ 20 പേരെ അങ്ങനെ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമെന്നാണ്. മാത്രമല്ല, ഓരോ ആത്മഹത്യയും ഒരു കുടുംബത്തിൽ എത്ര പേരെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ കുറിപ്പൊക്കെ എൻ്റെ വാർത്തയുടെ താഴെ എഴുതി 2 ദിവസമൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡേറ്റ സൃഷ്ടിക്കുന്നില്ല, അനാലിസിസ് നടക്കുന്നില്ല, പഠനങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പ്രതിരോധം തീർക്കാൻ പലപ്പോഴും ശാസ്ത്രീയമായി ഡേറ്റകൾ അവൈലബിളും അല്ല. പിന്നെ ഒരുപാട് തരത്തിലുള്ള കാരണങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിൻ്റെ കാരണങ്ങളെയൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്ലഗ് ചെയ്യാനൊക്കെ സമൂഹത്തിൽ കഴിയണം. പക്ഷേ ഒരു കാര്യം വാസ്തവമാണ്, മാനസികമായി ആരോഗ്യം കുറവുള്ള, വൈകാരികമായ ആരോഗ്യം കുറവുള്ള, നൈപുണ്യങ്ങൾ കുറവുള്ള വെറും പാവമായ മനുഷ്യരൊക്കെയാണ് പലപ്പോഴും ഇതിനൊക്കെ ഇരകളായിത്തീരുന്നത്. പക്ഷേ അവർ മാത്രമല്ല ഇതിൻ്റെ ഇരകളായിത്തീരുന്നത്, നിസ്സഹായ അവസ്ഥയിലേക്ക് പലരെയും നമ്മൾ തള്ളിവിടുന്നുണ്ട്. ഇപ്പോൾ ആത്മഹത്യയുടെ കാരണങ്ങൾ ഒക്കെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ ആധുനിക കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അപ്പുറമാണ് ഒരു നിയമമില്ലാതെ, ഒരു നിയമരാഹിത്യം വരുന്ന ഒരു സമൂഹം. പ്രത്യേകിച്ച് നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടാതിരിക്കുക, നീതി ലഭിക്കാതിരിക്കുക, ചതിക്കപ്പെടുക, ആക്രമിക്കപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിസ്സഹായരാകുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ തന്നെ പലരും ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പലതരത്തിലുള്ള കളിപ്പീരുകൾ, ബിസിനസ് തട്ടിപ്പിനിരയാകുന്നു, തൊഴിൽപരമായ തട്ടിപ്പിനിരയാകുന്നു. ഉള്ളതെല്ലാം പണയം വെച്ച്, ഉള്ളതെല്ലാം വിറ്റുപറക്കിയൊക്കെ പല കാര്യങ്ങൾക്ക് നിക്ഷേപിച്ചിട്ട് അവിടെയൊക്കെ ഒരു പരിരക്ഷയും കിട്ടാതെ പോകുന്നു. ബാങ്കുകളിൽ കൊണ്ട് സുരക്ഷിതമെന്ന് പറഞ്ഞ് നിക്ഷേപിച്ച പണം പോലും സമയത്ത് ആവശ്യത്തിനെടുക്കാൻ പറ്റാതെ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടതാണ്. അപ്പോൾ ഒരു നിയമമില്ലാത്ത ഒരു നാട്ടിൽ, അല്ലെങ്കിൽ ഗുണ്ടകളും പിന്നെ തോന്നിവാസം ജീവിക്കുന്ന ആൾക്കാരുമൊക്കെ ആധിപത്യം പുലർത്തുന്ന ഒരു നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ചിലപ്പോൾ നിവൃത്തിയില്ലാതെ നിസ്സഹായതയിലേക്ക് അവരെ തള്ളിവിടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഇതിന് കാരണങ്ങളാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലിംഗ്, പലതരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാവുന്ന മനുഷ്യരുണ്ട്. അതുപോലെ വിദേശ രാജ്യത്ത് ജോലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. പല നാണക്കേടുകളും സഹിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ നേരിടാനുള്ള ധൈര്യമില്ലാതെ, ദുരഭിമാനം കൊണ്ട് ഇത്തരത്തിലുള്ള കടുംകൈ ചെയ്യുന്ന മനുഷ്യരുണ്ട്. പിന്നെ ഇതിലൊക്കെ പ്രധാനമായിട്ടും കാണുന്ന ഒരു ആധുനിക പ്രശ്നം, നമ്മൾ വരവിനേക്കാളും ധാരാളമായി ചിലവാക്കി ജീവിക്കാനുള്ളൊരു പ്രവണതയാണ്. പ്രത്യേകിച്ച് കടമൊക്കെ ധാരാളം വാങ്ങിക്കുക. കടമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതെങ്ങനെ തിരിച്ചടയ്ക്കുമെന്നൊന്നും ചിന്തിക്കുന്നില്ല. വളരെ ആർഭാടത്തോടു കൂടി ജീവിക്കുക. നമുക്കൊന്നും പറ്റാത്ത വലിയ വലിയ ബിസിനസ്സുകൾ, പണമിറക്കി വലിയ ബിസിനസ്സുകൾ, അത് കടം വാങ്ങിച്ച് പണമിറക്കി വലിയ വലിയ ബിസിനസ്സുകൾ, പലപ്പോഴും ആ ബിസിനസ്സൊന്നും നമുക്കറിയാവുന്ന ഒരു മേഖലയിൽ പോലും ആയിരിക്കത്തില്ല ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പലതരത്തിൽ പോയി അബദ്ധത്തിൽ വീഴുന്ന മനുഷ്യർ, നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത വലിയ വീടുകൾ, മറ്റുള്ളവരെ കാണിക്കാനായി ജീവിച്ച് കെണിയിലാകുന്ന
ധാരാളം മനുഷ്യർ. പിന്നെ മക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, കുട്ടികളെയൊക്കെ അമിതമായി പ്രഷർ ചെയ്ത് ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആക്കാൻ ശ്രമിച്ച് കുട്ടികളുടെ ജീവിതത്തിൽ വലിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് അവരെ അത്തരത്തിലുള്ള അവസ്ഥയിലാക്കി. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ആധുനിക പ്രശ്നങ്ങൾ ഇന്ന് നമുക്ക് സമൂഹത്തിലുണ്ട്. ഒരു കാലത്ത് നമ്മളുള്ളത് കൊണ്ടൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയും ആരെയും കാണിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് കുറേയൊക്കെ നമ്മൾ സമൂഹത്തിൽ പിടിച്ചു നിന്ന് പോയത്. അതുപോലെ വേറൊരു വലിയ ആധുനിക പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും മതിൽ കെട്ടി അതിനുള്ളിൽ ജീവിക്കുന്നവരാണ്. അണുകുടുംബങ്ങളിൽ ഉള്ളവർ, സഹോദരങ്ങളുടെ വീട്ടിലെ പോലും ഒരു പ്രശ്നം നമ്മൾ അറിയുന്നില്ല. അടുത്തിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളുടെ പ്രശ്നം നമ്മൾ അറിയുന്നില്ല. നമ്മൾ കണ്ടതാണ്, പോലീസുകാരൻ ആത്മഹത്യ ചെയ്യുന്നു, ഡോക്ടേഴ്സ് ആത്മഹത്യ ചെയ്യുന്നു, നല്ല ബിസിനസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നു. അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നവർ പോലും അറിയുന്നില്ല എന്തായിരുന്നു ആ വ്യക്തിയിൽ നടന്ന പ്രശ്നം, അല്ലെ ആ വ്യക്തിയുടെ കാരണം ഒന്നും തുറന്നു പറയാനുള്ള ആൾക്കാരില്ല, നല്ല സൗഹൃദങ്ങളില്ല. തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യുന്ന ആൾ പണ്ടൊക്കെ ഒരു നല്ല സുഹൃത്തായിരുന്നെങ്കിൽ ഇന്ന് ഒരു കോമ്പറ്റീറ്ററാണെന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടാണ് എന്നുള്ളത്. എല്ലാ രംഗത്തും അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റപ്പെടുകയും ആരോടും തുറന്നു പറയാൻ ഇല്ലാതെ വരികയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വിശ്വാസം തുറന്നു പറയാനും സംസാരിക്കാനും ഒക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പങ്കാളികൾ തമ്മിൽ പോലും പലപ്പോഴും നല്ല ക്വാളിറ്റി ടൈം ചിലവഴിക്കുന്നില്ല. മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം നല്ല ക്വാളിറ്റി ടൈം ചിലവഴിക്കുന്നില്ല. വേറൊരു വലിയ പ്രശ്നം ഇന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി, അതുപോലെ തന്നെ രോഗത്തിനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവുകൾ കൂടി. പലപ്പോഴും പ്രായമാകുന്ന മനുഷ്യർക്ക് വളരെയധികം പേടിയും ആദിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് അവരിലൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റൻ്റായിട്ടെല്ലാം കിട്ടി ജീവിക്കുന്ന ഒരു തലമുറയുടെ ഒരു കുഴപ്പം, പെട്ടെന്ന് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, അവരുടെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജീവിതം വലിച്ചെറിയാനൊക്കെയുള്ളൊരു പ്രവണത പലരിലും ഉണ്ട്. ഈ ആത്മഹത്യ മാത്രമല്ല, പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്തവരെ കൊന്നുകളയാൻ കൂടിയുള്ള പ്രവണതയുണ്ട്. എക്സ്റ്റെൻഡഡ് സൂയിസൈഡ് കേരളത്തിൽ വളരെ കൂടുതലാണ്. എന്തായാലും നമ്മുടെ സാമൂഹ്യ രംഗത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഞാനിത് ഇവിടെ പറഞ്ഞത്, ഞാനിതിൻ്റെ ഒരു എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷേ എനിക്ക് തോന്നിയ, പ്രത്യേകിച്ച് ഈ രംഗത്തൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പലരും എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും കൗൺസിലേഴ്സും ഒക്കെ തമ്മിൽ നല്ല ഇൻ്റഗ്രേഷനോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അവിടെയും പലപ്പോഴും കാണുന്നത് ആ ഒരു ഡിസിൻ്റഗ്രേഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂളുകളിലും മതസ്ഥാപനങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള മാനസിക ആരോഗ്യത്തെ പറ്റിയുള്ള വലിയ ചർച്ചകളും ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിക്കുക, അതിൻ്റെ സാന്ദ്രത അതിഭയങ്കരമായിട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരണം. കാരണം ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏത് പ്രതിസന്ധി വന്നാലും എന്തെല്ലാം വെല്ലുവിളികളുണ്ടായാലും നല്ല മാനസികാരോഗ്യമുള്ളവരും നല്ല വൈകാരിക ബുദ്ധിശക്തിയുള്ളവരും വ്യക്തിത്വ വികസനമുള്ളവരും നൈപുണ്യങ്ങളുള്ളവരും അതിനെ മറികടക്കാൻ പരമാവധി ശ്രമിക്കും. അപ്പോൾ പലപ്പോഴും ഇതിനകത്ത് പെട്ടുപോകുന്നത് ഇതൊക്കെ കുറഞ്ഞു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് സമൂഹത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മതങ്ങൾക്കും രാഷ്ട്രീയത്തിനും സാമൂഹ്യ പ്രവർത്തകർക്കും സാമൂഹ്യ സംഘടനകൾക്കും സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ ചെയ്യാവുന്നത് മനുഷ്യരുടെ നൈപുണ്യങ്ങളെ വളർത്തുന്നതിലും അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വത്തെ വളർത്തുന്നതിലും മാനസിക വൈകാരിക ആരോഗ്യം ഡെവലപ്പ് ചെയ്യുന്നതിലും ഒക്കെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ നമുക്ക് വലിയ ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. സമൂഹത്തിൻ്റെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കാതെ കുറേ കൂടെ മനുഷ്യനിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവന് നീതി ലഭിക്കുന്നു, അവന് അഴിമതിക്ക് ഇരയാവുന്നില്ല, അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നില്ല, ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്നില്ല, നിസ്സഹായതയിൽ നിൽക്കുന്ന മനുഷ്യനിലേക്ക് ഒരു കൈ നീട്ടാനുള്ള ഒരു സാഹചര്യം. ഞാൻ ഒരു ദിവസം എനിക്ക് തോന്നുന്ന ഒരു 10 പേരെങ്കിലും ഇതുപോലുള്ള നിസ്സഹായ അവസ്ഥയിൽ എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ വിളിക്കുമ്പോഴെല്ലാം ഫോൺ എടുത്ത് അവരോട് ഒരു 10-15 മിനിറ്റെങ്കിലും അവരോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് കഴിയുന്നത്ര. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഒരു നിസ്സഹായതയിൽ ഒരു മനുഷ്യൻ വിളിക്കുമ്പോൾ അവനെ ഒന്ന് കേൾക്കാൻ ഒരാൾ തയ്യാറാകുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ചില സമയത്ത് നമുക്കത് സാധിക്കാറില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പലപ്പോഴും അതിനൊക്കെയുള്ള എന്നെ ഒരു തരത്തിലും അറിയാൻ വയ്യാത്തവരാണ് എന്നെ വിളിക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ ഇടങ്ങളിൽ എത്രയോ മനുഷ്യരുണ്ട്. എന്നേക്കാളുമൊക്കെ അവരെ കേൾക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനും ഒക്കെ പറ്റുന്ന എത്രയോ ആൾക്കാർ അവരുടെയൊക്കെ ചുറ്റുപാടുകളിലുണ്ടായിരുന്നു, അവരുടെയൊക്കെ ബന്ധുമിത്രാദികളിലുണ്ടായിരുന്നു, അവർക്ക് ചുറ്റുമുള്ള സംഘടനയിലും മതത്തിലുമൊക്കെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും തൊഴിൽ സ്ഥാപനത്തിലും
ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. നമ്മുടെ എംപ്ലോയീസിനൊക്കെ ഒരു മേലധികാരി എന്ന് പറയുമ്പോൾ ആ എംപ്ലോയീസിൻ്റെ കണ്ണുകളിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്. പരസ്പരം ഒന്ന് സ്നേഹത്തോടെ ഇടപെടാൻ എല്ലാവരും ശ്രമിച്ചാൽ, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ അധികാരമുള്ളവരൊക്കെ കുറേ കൂടെ മാനുഷികമായി പ്രവർത്തിച്ചാൽ, അഴിമതി ഇല്ലാതാക്കിയാൽ, നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കിയാൽ, സംരക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പാക്കിയാൽ, രക്ഷപ്പെടുത്താൻ പറ്റുന്നവരാണ് മറ്റുള്ളവരെന്ന് രക്ഷ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നമുക്കതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് കഴിയും. ഇനി മാനസികാരോഗ്യ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ തോത് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷെ അതൊക്കെ കുറേ പോപ്പുലാരിറ്റിക്കും കയ്യടി വാങ്ങിക്കാനുമായിട്ട് ശ്രമിക്കുന്നതിനപ്പുറം, അതുപോലെ തന്നെ വലിയ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസൊക്കെ ഉണ്ട്. അവരെല്ലാം കയ്യടി വാങ്ങിക്കാനുള്ള പല പരിപാടികളുമാണ് നടത്തുന്നത്. എന്നാൽ ഈ ആത്മഹത്യകളെയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടെ മാനവികമായ പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും നടത്താൻ, അയൽപക്കങ്ങൾ തമ്മിലുള്ള പ്രത്യേകിച്ച് റെസിഡൻറ്റ് അസോസിയേഷനുകളൊക്കെ കുറേ കൂടി അയൽപക്കങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞാൽ, ഓരോ സംഘടനയും അവരുടെയൊക്കെ കീഴിലുള്ള മനുഷ്യരെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. നല്ല ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഈ ആധുനികവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ ഈ മെറ്റീരിയലിസത്തിൻ്റെയും ഒക്കെ വലിയൊരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ബലഹീനനായ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോവുകയും ശക്തിയുള്ളവൻ കൂടുതൽ ശക്തിയുള്ളവനാകുകയും ബലമില്ലാത്തവൻ കൂടുതൽ തകർക്കപ്പെടുകയും ആ അന്തരം കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു സമത്വം ഇവിടെയാണ് നമുക്ക് ആവശ്യം. കുറേ വലിയ പണക്കാരും തീരെ തകർന്ന ഒരു ജനതയും അതല്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. എല്ലാവരെയും ഒരേപോലെ, അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് തരുന്ന ഒരു വാഗ്ദാനം. അതാണ് എല്ലാവർക്കും സാധ്യതകളുണ്ട്, എല്ലാവർക്കും നിലനിൽക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവരുടെയും കൂടിയാണ് ഈ രാജ്യം. അത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ മൈക്രോ സൊസൈറ്റിയിലും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും നൽകിയാൽ, എല്ലാവരെയും കുറച്ച് പേർക്ക് എല്ലാം അറിയാം എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അറിയണമെന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറയണം. പലപ്പോഴും ഉദ്യോഗത്തിലിരിക്കുന്നവരും മെഡിക്കൽ രംഗത്തുള്ളവരും പോലും ഒരു മാനസിക പ്രശ്നം വന്നാൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പലപ്പോഴും ശ്രമിക്കുന്നില്ല. ഇനി ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ തന്നെ മരുന്നൊക്കെ കഴിക്കുന്നത് എന്തോ വലിയ കുഴപ്പമാണെന്ന്, അതിനൊക്കെ വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നും ഒക്കെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ഒരുപാട് പേര് സ്ട്രെസ്സൊക്കെ അനുഭവിച്ച് ഭയങ്കരമായ വിഷമത്തിലും ഭയങ്കരമായ ദുഃഖത്തിലും ഒക്കെ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളവരിലൊക്കെ ഇത്തരം ചിന്തകൾ, ആത്മഹത്യ പോലുള്ള ചിന്തകളൊക്കെ പെട്ടെന്ന് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചിന്തിക്കണം, നമ്മുടെ കൂടെയുള്ളവർ, പ്രത്യേകിച്ച് എൻ്റെ പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, കൂടെയുള്ളവരെയെങ്കിലും ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ, എല്ലാ ദിവസവും ശ്രദ്ധിക്കാൻ, അവർക്ക് ഒന്ന് പറയാനുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകാൻ ഒക്കെ വേണ്ടിയുള്ള നല്ല മാറ്റങ്ങളുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.